നമസ്കാരം. കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ കുറ്റം ചെയ്ത് കഴിഞ്ഞും കണ്ണിമ വെട്ടാതെ കുറ്റബോധത്തിന്റെ ഒരു തരി പോലും ഇല്ലാതെ നിൽക്കുന്ന ആ കുഞ്ഞു കണ്ണുകൾ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ആലപ്പുഴ കരുവാറ്റയിൽ സ്വന്തം മുത്തച്ഛനെ അതിക്രൂരമായി കൊലപ്പെടുത്തി ആ ചോരച്ചാലുകളൊക്കെ തത്സമയം വീഡിയോ കോളിലൂടെ കണ്ടു രസിച്ച 13-കാരി അവരുടെ കൗമാരക്കായ കൂട്ടുകാരും ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക്, അതിപ്പോൾ ജെൻസിയോ അതല്ലെങ്കിൽ ജെൻ ആൽഫയോ ആയിക്കോട്ടെ, ഇത്ര വേഗത്തിൽ ഹൃദയം മരവിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യജീവൻ പൊലിയുമ്പോഴും തൊട്ടടുത്ത നിമിഷം തട്ടുകടയിൽ കയറി ആഘോഷപൂർവ്വം ഭക്ഷണം കഴിക്കാൻ മാത്രം അവരുടെ ആ വൈകാരിക ലോകം എങ്ങനെയാണ് വറ്റിപ്പോയത്? ഇതൊക്കെ ഇനി ജീവിക്കുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണോ, അതോ നമ്മുടെ കുടുംബാന്തരീക്ഷവും സമൂഹവും ഒക്കെ അഴുകി തുടങ്ങിയതിന്റെ തെളിവാണ്? ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? സ്വാഗതം. വളരെ സൂക്ഷ്മമായി പരിശോധിക്കാനുണ്ട് കരുവാറ്റ കൊലപാതകത്തിലെ കേസിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതും ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ കൂടി. 2 പ്രധാന തലങ്ങൾ നമ്മുടെ മുന്നിലെത്തും. ഏതാണ് യഥാർത്ഥ കാരണം ഈ ക്രൂരതയ്ക്ക്, ഈ ക്രൂരമായ കൊലപാതകത്തിന് എന്നുള്ള ചോദ്യമാണ്. ആദ്യത്തേത് പണമാണ്. ഐഫോൺ വാങ്ങി നൽകാനും കാവുകന് റോയൽ എൻഫീൽഡ് ബൈക്ക് സ്വന്തമാക്കാനും ഒക്കെയുള്ള തനി കവർച്ചാശ്രമം. അതല്ലെങ്കിൽ പിന്നെ പക, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ. തന്നോട് ബാഡ് ടച്ച് ചെയ്തു എന്ന കുട്ടിയുടെ പ്രാഥമികമായുള്ള മൊഴിയുണ്ട്. അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം വിലക്കിയതിലുള്ള വൈരാഗ്യമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പുറത്തു വരുന്ന സത്യമുണ്ടല്ലോ, പേടിപ്പിക്കുന്നതാണ് വല്ലാതെ. പ്രതികാരമാണെങ്കിലും അതൊരു സാമ്പത്തിക മോഹമാണെങ്കിലുമൊക്കെ ഇതിന് തെരഞ്ഞെടുക്കുന്ന വഴി കൊലപാതകം എന്ന അങ്ങേയറ്റത്തെ പൈശാചികതയാണ്. എന്താണ് കരുവാറ്റയിൽ നടന്നത്? അമ്മയുടെ പ്രസവാവശ്യത്തിന് ഭാര്യയും മകളും ആശുപത്രിയിലായ സമയത്ത് ശിവൻകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാകും. വീട്ടിലെ സ്വർണത്തെക്കുറിച്ചും വഴികളെക്കുറിച്ചും 13-കാരി കൂട്ടുകാരായിട്ടുള്ള ഈ കൊട്ടേഷൻ സംഘം എന്നുള്ളൊരു പേരാണ് ഉപയോഗിക്കുന്നത്. അതിന് കൃത്യമായിട്ടൊരു വിവരം നൽകുന്നു. പിന്നീട് ഉണ്ടാകുന്നത് ഒരു സിനിമാറ്റിക് എപ്പിസോഡാണ്, ഒരു സിനിമാറ്റിക് എൻട്രി. സ്പൈഡർ സിനിമ മോഡലാണ് അതിന് സ്വീകരിച്ചത് എന്ന് തന്നെയാണ് ഈ കൃത്യം ചെയ്ത കൂട്ടുകാരൻ മൊഴി നൽകിയിരിക്കുന്നത്. എല്ലാം കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഈ ചെയ്തത് എന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ 3 കൗമാരക്കാർ ഹരിപ്പാട്ടയ്ക്ക് എത്തുന്നു. വെന്റിലേറ്ററിലെ വഴി ആസ്ബസ്റ്റോ ഷീറ്റ് പൊളിച്ച് അവർ അകത്ത് കയറുന്നു. പിന്നീട് കണ്ടത് കേരളം ഇതുവരെ കാണാത്ത ഒരു ലൈവ് വീഡിയോ കോൾ കൊലപാതകം. 67-കാരനായ ശിവൻകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കി അബോധാവസ്ഥയിലായപ്പോൾ കൈകാലുകൾ കൂട്ടിക്കെട്ടി ശ്വാസം മുട്ടിക്കുക. ഈ ദൃശ്യങ്ങളൊക്കെ തത്സമയം വീഡിയോ കോളിലൂടെ ഒരു 13-കാരി കണ്ടുറപ്പിക്കുകയും ചെയ്യുക. പിന്നീടും നടക്കുന്നത് ഒരു കൗമാരക്കാർ ചെയ്യുന്ന കാര്യമാണെന്ന് പറയാൻ വയ്യ. ആസൂത്രിതമായിട്ടുള്ള തെളിവ് നശിപ്പിക്കാൻ, ഡോഗ് സ്ക്വാഡിനെ വെട്ടിക്കാൻ വീടാകെ മുളകുപൊടിയും കെമിക്കലുകളും വിതറുക. അങ്ങനെ സ്വർണവുമായി കടക്കുന്ന സംഘം പുലർച്ചെ ഹരിപ്പാട്ട് തട്ടുകടയിൽ പോയി ആഘോഷമായിട്ട് ഭക്ഷണവും കഴിക്കുക. നാടകീയമായി നടത്തിയ ഒരു ആദ്യ മൊഴിയുണ്ട്. അതാണ് ഈ സംഘത്തെ തന്നെ കൊടുക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ നാടകീയമായിട്ട് അയൽക്കാരെ കൂട്ടി വീട് തുറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പെൺകുട്ടി പോലീസിന് മുന്നിലും ഉറച്ചു നിന്നു. പക്ഷേ പരീക്ഷയ്ക്ക് പോകണം എന്നൊരു തണുപ്പൻ മനോഭാവം കാണിച്ചപ്പോൾ വനിതാ പോലീസിന് തോന്നിയൊരു സംശയമാണ് മണിക്കൂറുകൾക്കകം കേസ് തെളിയിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു. കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ മൊഴികളെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും മറ്റൊക്കെ കാണുകയുണ്ടായി. അങ്ങനെ പാരലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആംഗിളിൽ കൂടെ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് കൊല്ലത്തു നിന്നുള്ള ഈ ഒരു പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തും ആയ ഒരു യുവാവും അയാളുടെ സുഹൃത്തുക്കളും കൂടി ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൈം ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിൽ നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പോലീസിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഏകദേശം 15-ാം തീയതി വൈകിട്ട് സാറ്റർഡേ ഈവനിങ്ങോടുകൂടിയാണ് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാമെന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ
പൈസയും സ്വർണ്ണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ 15-ാം തീയതി വൈകിട്ട് ഇവിടെ വീട്ടിലെത്തുകയും തുടർന്ന് വീടിനുള്ളിലോട്ട് അവിടെ പിറകിലൊരു വെന്റിലേറ്റർ ഉണ്ട്, വെന്റിലേഷൻ്റെ ഒരു സ്പേസ് ഉണ്ട്, അതിൽ കൂടെയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുകയും ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൊലപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉടനെ തന്നെ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ബോയ് ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ നിന്ന് ആ ഗോൾഡ് ഓർണമെൻറ്റ്സും മറ്റുമൊക്കെ മോഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തതായിട്ട് മനസ്സിലായിട്ടുള്ളത്. പോലീസ് ഇത് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇത്തരം കൊടും കുറ്റവാളികളായി എങ്ങനെ മാറുന്നു, ആ സാഹചര്യം സർക്കാർ വളരെ ഗൗരവത്തോടെ പരിശോധിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിലേക്കല്ല നമ്മുടെ ഈ സമൂഹം കടക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. ആലപ്പുഴ ജില്ലയിൽ എൻ്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാടാണ് കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം ഉണ്ടായത്. 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പ്രതികളെ പിടിച്ചു. ഭംഗിയായി കേരള പോലീസ് അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. ആലപ്പുഴ SP, അതോടൊപ്പം തന്നെ DIG എല്ലാവരും അതിനകത്ത് വളരെ ശുഷ്കാന്തി കാണിച്ചു. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ ചെറിയ കുട്ടികളാണ്, അവർക്ക് എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. ഓരോ വലിയ ക്രൂരകൃത്യങ്ങൾ നടക്കുമ്പോഴും ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന നാട്ടുകാരുണ്ട്. ഇതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ പറയാറുണ്ട്. ഒരുപക്ഷെ ഈ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ഞങ്ങളുടെ മക്കൾ ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്യുകയില്ല എന്ന് ആദ്യഘട്ടത്തിലേക്ക് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ തെളിവൊക്കെ പോലീസ് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് അവരത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ സമൂഹം ഏത് തരത്തിലാണ് കാണുന്നത്? പുതിയ തലമുറയാണ് ഉറ്റുനോക്കേണ്ട. പുതിയ തലമുറ ഈ കൊടും ക്രൂരകൃത്യങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭാവഭേദമില്ലാതെ ഈ ക്രൂരകൃത്യത്തിന് ശേഷവും നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ സമൂഹം കണക്കാക്കുന്നത് എന്നുള്ളതാണ് വലിയ ചോദ്യം. ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തായിരുന്നു എന്നുകൂടി കാണാം. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുമ്പോഴും കാണുന്നില്ല പിള്ളേരുടെ അഭിപ്രായങ്ങളിൽ. പിള്ളേരെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം മയക്കുമരുന്നും കഞ്ചാവും അതും ഇതുമൊക്കെയാണ്. അതൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റാതായിപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കരുവാറ്റയിൽ നടന്നിരിക്കുന്നത്. അവരാദ്യം ഓടടക്കി കരിങ്കല്ല് പൊക്കിടാനാണ് ലക്ഷ്യമിട്ടത്, പക്ഷെ അത് പാളിപ്പോയി. അത് കഴിഞ്ഞാണ് ഈ പണി നടത്തിയത്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയല്ലേ, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഇതില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഓരോ വ്യത്യാസങ്ങൾ, നമ്മളും കുട്ടികളെ വളർത്തിയവരുണ്ട്, അവരും ഈ രൂപം കണ്ടിട്ടല്ലേ വരുന്നേ. കുട്ടികൾ ചിന്തിക്കാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഓരോ കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിക്കണത്. അപ്പോൾ പിന്നെ TV കാണുന്ന അതാണ് ജീവിതം എന്ന് വിചാരിക്കണ പിള്ളേർ. അത് ഇന്നത്തെ സാഹചര്യങ്ങൾ, മൊബൈൽ, TV, പുതിയ സിനിമകൾ, അതൊക്കെയും കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം മുന്നൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. പിന്നെ ചെറിയ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കുറയുന്നതൊക്കെയായിരിക്കും അതിൻ്റെ കാരണം. നമ്മുടെ യുവതലമുറ നമ്മുടെ കൈവിട്ട് പോയി. അതിൽ കുറച്ച് ശതമാനം പിള്ളേർ മാത്രമേ നമുക്ക് ഓൾറെഡി ഇന്ന് മാതാപിതാക്കളനുസരിച്ച് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന കുട്ടികളുള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും അങ്ങേതലയാണ് കുട്ടികൾ. കാരണം അവർ കൂട്ടം കൂടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളൊന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ സംസാര രീതികൾ, അവരുടെ ഇത് നമ്മുടെ പോലത്തെ ഒരു കുട്ടിക്കാലത്തിൻ്റെ രീതികളല്ല. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരണം. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു അച്ഛനമ്മേനെ ഒരു മകൻ വെട്ടിക്കൊന്ന്, അങ്ങനെ അനേകം ന്യൂസുകൾ വരുന്നില്ലേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ, കലികാലം. എല്ലാം ഓപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കണേ. കുട്ടികളെ ശരിയായ രീതിയിൽ മാർഗനിർദ്ദേശം നൽകാനും എന്നും മുതിർന്നവർ ശ്രമിക്കുന്നില്ല. മുതിർന്നവർ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നു, കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. അധ്യാപകരും മുതിർന്നവരും സാമൂഹിക പ്രവർത്തകരും എല്ലാം മുൻകൈയെടുത്ത് കുട്ടികൾക്കൊരു ഉപദേശങ്ങളും അവരെ നന്മയിലേക്ക് നയിക്കുവാനുള്ള പരിപാടികളും ആവിഷ്കരിക്കണം. എങ്കിൽ മാത്രമേ ഇത് പരിപൂർണമായി തടയാൻ പറ്റുള്ളൂ. സിനിമയിലൊക്കെ കൂടെ വല്ല അങ്ങനെയുള്ള വല്ലതും കണ്ടിട്ടൊക്കെ ആയിരിക്കണം. കാര്യം 13 വയസ്സോടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തു പോയല്ലോ, അപ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഇപ്പം അവരൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഒരു അന്വേഷണം ഇല്ലല്ലോ, ചാടിക്കയറി പുരുഷനെ പിടിച്ചോണ്ടങ്ങ് പോവുമല്ലേ. അപ്പോൾ പെൺപിള്ളേർക്ക് തൻ്റെടായി കഴിഞ്ഞു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു കുഴപ്പം ഞാനിതിൽ കാണുന്നുണ്ട്. കാരണം നമ്മൾ ചെറു ക്ലാസ് മുതൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു വിദ്യാഭ്യാസത്തിൽ എല്ലാമുണ്ട്. കുടുംബത്തിലെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്കൂളിലെ അധ്യാപകരുടെ അടുത്തും അംഗനവാടി ടീച്ചറുടെ അടുത്തുമാണ് ഈ കുട്ടികൾ തുടക്കം മുതൽ
എൻ്റെ അനുഭവം. പക്ഷേ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മളുടെ കുട്ടികളോട് ഭയഭക്തിയോടുകൂടി പെരുമാറാനും എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? അത് ക്രിമിനൽ വാസന പണ്ടും ഉണ്ടായിരുന്നില്ലേ, പണ്ടുള്ള ആൾക്കാരുടെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അത് ഇപ്പോഴത്തെ കുട്ടികളുടെ മാത്രം പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോക്കൂ, ചോദ്യം ചെയ്യലിൽ തുടക്കത്തിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതിരുന്ന ഒരു 13-കാരി പിന്നീട് സ്വന്തം ആകുലതകളും വൈകാരിക ഭാരങ്ങളും ഒക്കെ പങ്കുവെച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്നൊരു റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബാന്തരീക്ഷത്തിന് മാത്രം പ്രശ്നമാണോ? ഒരു കുട്ടി നേരിടുന്ന വൈകാരിക ശൂന്യതയാണോ ഈ കൊടും ക്രൂരതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? ഒരു കുട്ടിയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ആ ഒരു സുഹൃത്തുക്കളെ വേണമെന്ന് തോന്നുന്ന ഒരു സമയമുണ്ട്. ഒരു കൂട്ടായ്മയുടെ അഭാവം ഉണ്ടാകുന്നു, കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു, വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ, ഒരു കുട്ടിക്ക് തങ്ങളുടെ വിഷമങ്ങളോ ചിന്തകളോ തുറന്നു പറയാൻ നമ്മുടെ വീടുകളിലോ സമൂഹത്തിലോ സുരക്ഷിതമായിട്ടൊരു ഇടം കിട്ടാതെ വരുമ്പോൾ ഒരുപക്ഷെ വൈകാരികമായി ഒരു മരവിപ്പ് സംഭവിക്കാം. തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് വീണു പോകാം. സിനിമകളിലും ഗെയിമുകളിലും സോഷ്യൽ മീഡിയയിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമ ദൃശ്യങ്ങളുണ്ട്. ഇതും പുതിയ തലമുറയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വേദനകളെ ഒരു ഗെയിം ടാസ്ക് പോലെ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് ഇവരുടെ ചിന്താഗതി ചുരുങ്ങിപ്പോവുകയാണ്. അധ്വാനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ ഡിജിറ്റൽ ലോകത്തെ ആഡംബരങ്ങൾ പെട്ടെന്ന് വേണമെന്നുള്ള ഒരു സമ്മർദ്ദം കൗമാരക്കാരെ തെറ്റായ വഴികളിലേക്ക് പ്രേരിപ്പിക്കുന്നുമുണ്ട്. തർക്കമല്ല. പല രീതിയിലും ഇത് കാണേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ജെൻ സിക്ക് ജെൻ ആൽഫ കൊടുത്ത ഒരു കൊട്ടേഷനാണ്. ഏറ്റവും പുതിയ തലമുറ യഥാർത്ഥത്തിൽ ബീറ്റയാണ്. ബീറ്റയിലുള്ളവരെ മുട്ടിലിഴഞ്ഞ് നടക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ജെൻ ആൽഫ ജെൻ സിക്ക് കൊടുത്ത ഒരു കൊട്ടേഷനാണ്. ജെൻ സി അത് നടപ്പാക്കി എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തലമുറയും ആകട്ടെ, നമ്മൾ പണ്ട് ഇങ്ങോട്ട് ലോസ്റ്റ് ജനറേഷൻ തൊട്ട് ബൂമേഴ്സ് തൊട്ട് ജെൻ എക്സ് തൊട്ട് മില്ലേനിയൽ തൊട്ട് എല്ലാ തലമുറകളും പറയുന്ന കാര്യമാണ്. അടുത്ത തലമുറയിൽപ്പെട്ടവരെ അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. താഴെയുള്ള തലമുറയിൽപ്പെട്ട് ഉള്ളവർ പറയും, മുകളിലുള്ള തലമുറയിലുള്ളവർക്ക് തങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എക്കാലത്തും ഉണ്ടെങ്കിലും ഇക്കാലത്ത് ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ആവിർഭാവത്തോടുകൂടി ഇതിൻ്റെ ഡിവൈഡ് വളരെയധികം രൂക്ഷമായിരിക്കുകയാണ്. അതായത് നമ്മളീ പറയുന്ന ഒരു പരിധിവരെ കുറച്ച് ജെൻസിയും ജെൻ ആൽഫകളുമൊക്കെ ഈ ഡിജിറ്റൽ ലോകത്തെ നേറ്റീവ്സാണ്. അവരവിടെ ജനിച്ച് അവിടെ വളരുന്നവരാണ്. അതിന് തൊട്ട് മുമ്പുള്ളവർ അവിടുത്തെ ഇമിഗ്രൻസാണ്, അങ്ങോട്ട് വന്നവരാണ്. അത്തരത്തിലുള്ളവരുടെ കാഴ്ചപ്പാടിലും ചിന്തയിലും അവരുടെ പ്രതികരണ ശേഷിയിലും ഇപ്പോൾ അതിന് നമ്മുടെ അടുത്ത കാലത്ത് നടന്ന സമരങ്ങളൊക്കെ തന്നെ അതിനുള്ള ഉദാഹരണമാണ്. ഈ പ്രതികരണ ശേഷിയിലാവട്ടെ, അവർ കാര്യങ്ങളെ കാണുന്ന രീതിയാകട്ടെ, കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന രീതിയാകട്ടെ വളരെ വ്യത്യസ്തമാണ്. ഈ കാര്യം പരിശോധിക്കുമ്പോൾ തന്നെ ഇതിൽ 2-3 സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഒരു ലൈംഗിക ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നോക്കൂ, അങ്ങനെ ഒരു ലൈംഗിക ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ജനാൽഫയുടെ കാര്യത്തിൽ എത്രയോ നാളായി നമ്മൾ കുടുംബങ്ങൾക്കകത്തുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് കൃത്യമായി അവ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള പരിശീലനവും മറ്റുമൊക്കെ സ്കൂളുകളിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് വെയ്പ്പ്. അത് ഫലപ്രദമായി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ ആ കുട്ടിയുടെ ഭാവിയും ചോദ്യചിഹ്നമായിരിക്കുകയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ഒരു ജീവിത നിപുണത ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഇത്രയും കൃത്യമായ ഒരു ആസൂത്രണത്തിലൊക്കെ പങ്കുവഹിച്ച ഒരു കുട്ടി ഈ പറയുന്ന കാര്യം വാസ്തവമാണോ വാസ്തവവിരുദ്ധമാണോ എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ളത് ഒരു സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ജെൻസിയെയും ഈ ജെൻ ആൽഫയും കൊണ്ടാണ് ഇനി കേരളം ഉണ്ടാകുന്ന പുരോഗതിയും ലോകമാണെങ്കിലും രാജ്യമാണെങ്കിലും ഉണ്ടാകുന്ന പുരോഗതിയൊക്കെ നേടിയെടുക്കേണ്ടത് അവരെ കൊണ്ടാണ്. അപ്പോൾ അവരിലേക്ക് എത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ചോദ്യങ്ങളുണ്ട് കരുവാറ്റ ഒരു നാടിൻ്റെ മുന്നിലേക്ക് ബാക്കി വെക്കുന്നത്. ഇതൊന്നും ചെറിയ ചോദ്യങ്ങളല്ല. ഈ കൊലപാതകം നടത്തിയ 3 കൗമാരക്കാരെ മുതിർന്നരെ പരിഗണിച്ച് വിചാരണ ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജുവനൈൽ നിയമങ്ങൾ ഇത്തരം പൈശാചികതയ്ക്ക് മുന്നിൽ ദുർബലമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കുട്ടികളുടെ വൈകാരിക ആവശ്യങ്ങളെയും മനസ്സിലെ സംഘർഷങ്ങളെയും തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സാമൂഹിക സംവിധാനങ്ങൾക്കൊന്നും കഴിയാതെ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സിനിമകളിലെയും റീലുകളിലെയും ഒക്കെ തെളിവ് നശിപ്പിക്കൽ തന്ത്രങ്ങളൊക്കെ കണ്ട് പഠിക്കുന്ന കുട്ടികളെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള ഒരു ഡിജിറ്റൽ പാരൻറ്റിംഗ് ഉണ്ടല്ലോ, ഇതെവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്? ചെറിയ ചോദ്യങ്ങളല്ല, ഉത്തരമില്ലാതെ കിടക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട് കരുവാറ്റ.